ഒരു 23-കാരൻ കൊന്നു തീർത്തത് 5 പേരെയാണ്. അതിൽ 4 പേർ രക്തബന്ധത്തിലുള്ളവർ. ഒപ്പം കൂടെ ഇറങ്ങി വന്ന വിശ്വസിച്ച പ്രണയിനി പെൺകുട്ടിയെയും. അങ്ങനെ 5 പേരുടെ ജീവനെടുത്ത അഫാൻ എന്ന പ്രതിയുടെ മാനസികാവസ്ഥ എന്താണ്? എന്തിനിങ്ങനെ ഒരു 23-കാരൻ ഈ കൂട്ടക്കൊല നടത്തി എന്നത് ഇപ്പോഴും തെളിയാതെ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ മനസ്സിലാവാതെ വെളിപ്പെടാതെ നിൽക്കുന്ന ഒരു വൈകുന്നേരമാണ്. ഏതായാലും അഫാൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ജീവനെടുക്കാൻ ശ്രമിച്ചു എന്നാണ് അഫാൻ തന്നെ പറഞ്ഞത്. വിഷം കഴിച്ചു, എലിവിഷം കഴിച്ചു എന്നാണ് അഫാന്റെ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അഫാൻ. ഒപ്പം അഫാന്റെ മാതാവ്, പ്രതി ഈ അഫാൻ താൻ കൊലപ്പെടുത്തിയെന്ന് വിശ്വസിച്ച തൻ്റെ മാതാവ് ഗോകുലം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ക്യാൻസർ ബാധിത കൂടിയായ അഫാന്റെ മാതാവ് ഷെമി. അങ്ങനെ 5 പേരുടെ ജീവനെടുത്തു. ആക്രമിച്ച മാതാവ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അഫാൻ ചികിത്സയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും. ഷഫീദ് റാവത്തറുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ വാർത്ത ആദ്യം ഷഫീദ് പുറത്തു വരുമ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഒരു മരണം, ഒരു കൊലപാതകം എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന വിവരം. പക്ഷേ പ്രതി പോലീസിനോട് പറയുന്നു 6 പേരെ കൊലപ്പെടുത്തി. അപ്പോൾ പോലും ഈ നമ്മൾ പ്രതീക്ഷിച്ചതല്ല, അതൊരു പക്ഷേ ഏതെങ്കിലും മോശം മാനസിക നിലയിൽ നിന്നുള്ള ഒരു ക്ലെയിം എന്നൊക്കെയാണ് ആദ്യം കേട്ടത്. പക്ഷേ ആ പറഞ്ഞത് അതുപോലെ സംഭവിച്ച കാര്യങ്ങളാണ് ഇയാൾ ഏറ്റു പറഞ്ഞത് എന്നറിയുന്ന ഘട്ടത്തിൽ നടുക്കം ഇപ്പോഴും വിട്ടുമാറുന്നില്ല ഷഫീദ്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഇക്കാര്യത്തിൽ വലിയ നടുക്കമുണ്ട്. ഏതാണ്ട് 6:40 വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാൻ, 23 വയസ്സുള്ള അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതായത് മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുമ്പോഴായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരാൾ ഇങ്ങനെ കയറി വന്നു എന്ന വിവരം പറയുന്നത്. അതിനുശേഷം ആദ്യം പോലീസ് ഇയാൾ പറഞ്ഞത് സഹോദരി ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്ന മാതാവിനെയും സഹോദരിയെയും ആക്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ പോലീസ് അവിടേക്ക് എത്തി പരിശോധിച്ചപ്പോഴാണ് അത് കൊല്ലപ്പെട്ടത് സഹോദരിയല്ല. അതായത് പേരുമലയിലെ ആ വീട്ടിൽ 3 പേർ ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അതിൽ 2 പേർ, ഒരാൾ മാതാവായിരുന്നു, ഷെമിയായിരുന്നു, അതിന് കൂടാതെ ഒരു പെൺകുട്ടി, പിന്നെ ഇയാളുടെ സഹോദരൻ. അങ്ങനെ ആദ്യം പോലീസ് പേരുമലയിലെ സംഭവം സ്ഥിരീകരിക്കുന്നു. തുടർന്നാണ് പോലീസ് ചുള്ളാളത്തേക്കും അതേപോലെ തന്നെ മറ്റൊരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണ്, ചുള്ളാളത്തേക്കും അതേപോലെ പാങ്ങോടേക്കും പോകുന്നത്. അങ്ങനെയാണ് ഈ നാടിനെ നടുക്കിയ, ഒരുപക്ഷെ കേരളം കഴിഞ്ഞ കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കൊല, ആ കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള സംഭവത്തിന്റെ ചുരുള പോലീസിന് വ്യക്തമാകുന്നത്. ആ നടുക്കം പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപ് പോലും പ്രകടിപ്പിച്ചു. കാരണം ഒരു 23 വയസ്സുകാരൻ മാതാവും സഹോദരനും താൻ സ്നേഹിച്ച പെൺസുഹൃത്തും അതേപോലെ ബന്ധുക്കളെയും പിതൃമാതാവിനെയും അടക്കം കൊലപ്പെടുത്ത മാനസികാവസ്ഥയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതായിരുന്നു ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആ ഞെട്ടലോടുകൂടി ഇതിന്റെ അന്വേഷണം ആരംഭിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 5 കൊലപാതകങ്ങൾ അത് സ്ഥിരീകരിച്ച് 5 പേരുടെ ജീവൻ നഷ്ടമായി. ഇനി ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് അഫാൻ എന്ന 23-കാരന്റെ മാതാവ് ഷെമിയാണ്. ക്യാൻസർ ബാധിതയാണ്. ഈ അഫാനുമായി വലിയ അടുപ്പം ഇവർക്കുണ്ട് എന്ന് അയൽവാസികളടക്കം പറയുന്നുണ്ട്. ഷെമിയുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന വിവരം. അവരെ വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നു എന്നുള്ളത് ഒരു ഫൈനൽ അപ്ഡേറ്റ് ആയി ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരെ ചികിത്സിക്കുന്ന ഡോക്ടറും ഇവർക്ക് തലയ്ക്ക് ശക്തമായ അടിയേറ്റതിൽ ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആശുപത്രിയിൽ നടക്കുന്നു എന്നറിയുന്നു. ഏതായാലും ആദ്യത്തെ 1.5 മണിക്കൂറിൽ ആരായിരുന്നു പേരുമലയിലെ ആ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗൂഗിൾ നമുക്ക് മറ്റൊരു ചിത്രം കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ചുള്ളാളത്തെ ഈ വീട്ടിലുണ്ടായിരുന്ന ഈ ബന്ധുവിനെ കൊലപ്പെടുത്തിയ ആ വിഷ്വൽ കൂടി ഇപ്പോൾ, ആ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തെ തലക്കടിച്ചു. അദ്ദേഹത്തിന്റെ ആ ദൃശ്യം നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മുൻപിൽ വലിയ ഞെട്ടലോടെ അല്ലാതെ കാണിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ക്ഷതമേറ്റ രീതിയിൽ പാടുകളുണ്ട്, ദേഹത്തെ രക്തമുണ്ട്. ഈ സ്റ്റാബ് ചെയ്തു എന്ന രീതിയിൽ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു ബന്ധു, ഗൂഗിൾ ഈ 2 ചിത്രങ്ങളും നമുക്ക് കണ്ടിരിക്കാൻ കഴിയാത്തത്ര വേദന ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ 2 ചിത്രങ്ങളും അത്രത്തോളം അസഹനീയമായിട്ടുള്ള രീതിയിലേക്ക്, അതല്ലെങ്കിൽ അത്രത്തോളം വേദന ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം അവർ ആ രീതിയിലാണ്, അതൊരു ക്രൂര കൊലപാതകമാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഗൂഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ചുള്ളാളത്ത് ഈ അഫാന്റെ പിതാവിന്റെ സഹോദരൻ ലത്തീഫും ഭാര്യ ഷാഹിദയും മരിച്ചു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഷാഹിദ അടുക്കളയിൽ നിന്ന് പ്രധാനപ്പെട്ട ഹാളിലേക്ക് വരുന്ന
അവിടെ ഭാഗത്തും അതേപോലെ തന്നെ ലത്തീഫ് ആകട്ടെ ഹോളിലെ സെറ്റിയിലും സെറ്റിയിൽ ഈ മരിച്ചിരിക്കുന്ന തരത്തിലേക്കാണ് ആ മൃതദേഹങ്ങൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ 5 കൊലപാതകങ്ങളുടെയും മോഡ് ഓഫ് ഓപ്പറാൻഡി അതല്ലെങ്കിൽ ആ കൊലപ്പെടുത്തിയ രീതി അത് സമാനമാണ് എന്ന് ഈ മൃതദേഹങ്ങളിൽ ഇൻക്വസ്റ്റ് പ്രാഥമികമായിട്ട് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് എന്തോ ചുറ്റിക പോലെയുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി തലയ്ക്ക് പിന്നിലും മുൻപിലും ഏറ്റ അടിയാണ് മരണകാരണം എന്നുള്ളതാണ്. അതിൽ അല്പസമയം മുൻപ് നമ്മളോട് ഗോകുലം ആശുപത്രിക്ക് മുൻപിൽ വെച്ച ഈ ഫർഹാന, കൊല്ലപ്പെട്ട ഇയാളുടെ പെൺസുഹൃത്ത് ഫർഹാനയുടെ ബന്ധുക്കൾ ആ മൃതദേഹം കണ്ടതിന് ശേഷം പുറത്തിറങ്ങി സംസാരിച്ചിരുന്നു. അവരും പറഞ്ഞത് ഈ നെറ്റിയുടെ നടുവിലായി ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അഫാൻ ആസൂത്രണം ചെയ്തു ഈ കൊലപാതകം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആസൂത്രണം ചെയ്ത് ഈ ആയുധം ഇയാൾ അവിടെ നിന്ന് സംഘടിപ്പിച്ചു. അതൊരു പക്ഷേ ഇരുമ്പ് അതല്ലെങ്കിൽ വലിയ ശക്തിയുള്ള തടി എന്നുള്ള സാധ്യത ഇപ്പോൾ പോലീസ് തള്ളുന്നുണ്ട്. കാരണം ഓരോ മൃതദേഹങ്ങളും പരിശോധിച്ച് അവയുടെ മുറിവ് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ അത് ഉണ്ടാകുന്ന ഒരു നടുക്കം, ആ രീതിയിലുള്ള ഒരു നടുക്കം അത് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇരുമ്പ് ഹാമർ എന്നുള്ളത് തന്നെയാണ്. ഇരുമ്പ് ചുറ്റിക എന്നൊരു പക്ഷേ മലയാളത്തിൽ നമുക്ക് പ്രയോഗിക്കാം. ആ രീതിയിലുള്ള ഒരു ആയുധം കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ കൊലപാതകം എന്നുള്ളതാണ്. പക്ഷേ ഈ ചുള്ളാളത്ത് നടത്തിയ 2 കൊലപാതകങ്ങൾ, ലത്തീഫിന്റെയും ഷാഹിദയും അവരുടെ മൃതദേഹങ്ങൾ ചെറിയ ചില മുറിപ്പാടുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇതിന്റെ മോട്ടീവ് സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തമായ ഒരു മറുപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. ഒരുപക്ഷേ ഈ പ്രണയബന്ധം അത് വീട്ടിൽ പൂർണ്ണ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാത്തതിന് ഉള്ള വൈരാഗ്യം അതൊരു പക്ഷേ ആകാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള കൊലപാതകം എന്ന് പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നില്ല. ഏതായാലും തിരുവനന്തപുരം റൂറൽ SP, റേഞ്ച് DIG അതേപോലെ മറ്റ് ആറ്റിങ്ങൽ, നെടുമങ്ങാട് അടക്കമുള്ള പരിധികളിലെ ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ ഒരു വലിയ പോലീസ് സന്നാഹം വെഞ്ഞാറമൂടും പാങ്ങോടും ചുള്ളാളത്തുമായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാളെ പുലർച്ചയോടുകൂടി എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തത ഉണ്ടായേക്കും. തീർച്ചയായും ഷെഫി, ഇത് പറഞ്ഞതുപോലെ നിലച്ചിരിക്കാത്ത സമയത്തൊക്കെ തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ചുള്ളാളത്തെ ലത്തീഫിൻ്റെയും ഷാഹിദയുടെയും ഒക്കെ മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ സംശയം തോന്നുന്ന സോഫയിലിരിക്കുന്ന അവസ്ഥയിലാണ് ലത്തീഫിൻ്റെ മൃതദേഹമുള്ളത്. അങ്ങനെ നിഷ്ഠൂരമായ കൊലപാതകം, ഇനി ക്രൂരതയ്ക്ക് ഇനി മറ്റൊരു വാക്ക്, അതിനപ്പുറത്തേക്കൊരു വാക്ക്, കൊടും ക്രൂരത എന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു. അത്ര ക്രൂരമായി ഈ 5 പേരുടെ ജീവനെടുത്ത പ്രതി, അതും ഒരേ ആയുധം കൊണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന വിവരം. അങ്ങനെ 5 പേരുടെയും തലക്കടിച്ച് കൊലപ്പെടുത്തി അല്ലെങ്കിൽ മുറിവേൽപ്പിച്ച് കുത്തി കൊലപ്പെടുത്തി. അങ്ങനെ കുത്തിയുള്ള മുറിവ് ലത്തീഫിൻ്റെ ശരീരത്തും ഷാഹിദയുടെ ശരീരത്തും ഉണ്ട് എന്ന് പോലീസിൻ്റെ ഒരു പ്രാഥമിക പരിശോധനയിൽ വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രതിയുടെ മൊഴിയെടുക്കാനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുന്നു പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ജൂനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജി ആശുപത്രിയിൽ എത്തിയിരിക്കുന്ന വിവരം കൂടി വരുന്നുണ്ട്.